ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സാഞ്ചസ് മിസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈസിലി എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് 1 മാർക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ പ്രസന്റ് ഇൻ. നമുക്ക് രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് പ്രസന്റ് ആയിട്ടുള്ള എന്നാണ് നോക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും എന്താണ്, ഡെസിമൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഡെസിമൽ ആയിട്ടുള്ള നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോൺ സീറോ നമ്പർ നോക്കുക. ഫസ്റ്റ് നോൺ സീറോ നമ്പർ മുതൽ തിരിച്ച് അങ്ങോട്ടേക്ക് എത്ര നോൺ സീറോ നമ്പറുകൾ ഉണ്ട്, എത്ര നമ്പറുകളാണുള്ളത്. അപ്പോൾ 1 2 3 4 4 സോ നമുക്ക് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, റെഡി. രണ്ടാമത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡെസിമൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സീറോ നമ്പർ നോക്കുന്നു. ഫസ്റ്റ് നോൺ സീറോ നമ്പർ മുതൽ ബാക്കിയുള്ള നോക്കിയാൽ മതി. ഫസ്റ്റ് നോൺ സീറോ ഏതാണ്? യെസ്, ഏറ്റവും മറ്റത്തുള്ള 4 ആണ്. അപ്പോൾ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. സോ 1 ആണ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ഇൻ BCl3. BCl3 ആണ് തന്നിരിക്കുന്നത്. BCl3 എന്ന് പറയുന്ന സമയത്ത് ബോറോണിന് ചുറ്റും 3 ക്ലോറിൻ വരെയാണ്. 3 ക്ലോറിൻ വരികയാണെങ്കിൽ നമുക്കറിയാം 3 ബോണ്ട് വരികയാണ്. 3 സിംഗിൾ ബോണ്ട് വരണമെങ്കിൽ എത്ര ഓർബിറ്റൽ വേണം? 3 ആണ്. അപ്പോൾ ഒരു S, ഒരു P, അടുത്ത P. അപ്പോൾ sp2 ആണ് നമുക്ക് ഹൈബ്രിഡൈസേഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഏതാണ് ഹൈബ്രിഡൈസേഷൻ? sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അടുത്തതായിട്ട് ഐഡന്റിഫൈ ദ ലൂയിസ് ബേസ് എമൗങ് ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ ലൂയിസ് ബേസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എടാ നോക്കിക്കേ, BF3 തന്നിട്ടുണ്ട്, NH3 തന്നിട്ടുണ്ട്, AlCl3 H+ തന്നിട്ടുണ്ട്. ലൂയിസ് ബേസ് ആക്കണമെങ്കിൽ ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ഡൊണേറ്റ് ചെയ്യണം. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ ലോൺ പെയർ ഉള്ളത് ഇതിൽ ആർക്കാണ്? നമ്മൾ നോക്കുന്ന സമയത്ത് BF3 ആണെങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്, AlCl3 ആക്സെപ്റ്റർ ആണ്, H+ ആക്സെപ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ NH3ന്റെ മേലെ, നൈട്രജന്റെ മേലെ ലോൺ പെയർ ഉണ്ട്. സോ ഏതാണ് ലൂയിസ് ബേസ് എന്ന് പറയുന്നത്? ലോൺ പെയർ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന NH3 ആണ്. ഓക്കെ, അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് കാരിഡ് ഔട്ട് ഇൻ. എസ്റ്റിമേഷൻ ഓഫ് സൾഫർ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഇസ് കാരിഡ് ഔട്ട് ഇൻ ഏത് മെത്തേഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ഏത് മെത്തേഡാണെന്ന് നമുക്ക് നോക്കാം. സോഡിയം ഫ്യൂഷൻ ട്യൂബ് ആണോ, കോണിക്കൽ ഫ്ലാസ്ക് ആണോ, എക്സ്പെൻസീവ് ട്യൂബ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൾഫർ എന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക? എടാ, സൾഫറിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ട്യൂബായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്? കാരിയേഴ്സ് ട്യൂബ് അല്ലേ? അപ്പൊ കാരിയേഴ്സ് മെത്തേഡ് അല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്? സോ ആൻസർ നൺ ഓഫ് ദ എബവ് ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നുമല്ല ആൻസർ. ഏതാണ് ആൻസർ വരിക? കാരിയേഴ്സ് മെത്തേഡ് ആണ്. ഏതാണ്? കാരിയേഴ്സ് മെത്തേഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് വിത്ത് സിമ്പിൾ UUS. UUS ആണ് തന്നത്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാണ് അല്ലേ? അടുത്ത U എന്ന് പറഞ്ഞാലും അണ്ണാണ്. ഓക്കെ, അടുത്തത് S ആണ്. S എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെപ്റ്റ് ആണ്. സെപ്റ്റ്, അപ്പോൾ അൺ സെപ്റ്റ് ആണ്. ഇയാളുടെ കംപ്ലീറ്റ് നെയിം വരുമ്പോൾ IUM കൂടെ എഴുതി കഴിഞ്ഞാൽ നെയിം കിട്ടി. പക്ഷെ നെയിം അല്ല ചോദിച്ചത്, ആറ്റോമിക് നമ്പർ ആണ്. അപ്പൊ അൺ എന്ന് പറഞ്ഞാൽ 1 ആണ്, അടുത്ത അണ്ണ് 1 ആണ്, സെപ്റ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ ആൻസർ എത്രയാ? 117 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എനി വൺ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെന്റ്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്കെയിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പോളി സ്കെയിൽ പറയാം, അല്ലെങ്കിൽ മുള്ളിക്കൺ സ്കെയിൽ പറയാം, ഏത് വേണമെങ്കിൽ മുള്ളിക്കൺ സ്കെയിലും പറയാം, ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ C2H6. C2H6ലെ കാർബന്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നമ്മളിങ്ങനെ വരച്ചു നോക്കുക. കാർബൺ ചുറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ആണുള്ളത്. 3 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാർബണിന് ചുറ്റും 1 2 3 4 4 ബോണ്ടുകൾ വന്നു. 4 ബോണ്ടുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഓർബിറ്റൽ വേണം? 4 ഓർബിറ്റൽ വേണം. 4 എന്ന് പറഞ്ഞാൽ ഒരു S, 2 3 4, 3 P ഉപയോഗിക്കുന്നു. സോ ഏതാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, അടുത്തത്, ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റ് ഓഫ് വിച്ച് എമൗങ് ദ ഫോളോയിങ് സോൾട്ട് വിൽ ഹാവ് pH ലെസ് ദാൻ 7. pH 7 കുറവുള്ള ഏത് സോൾട്ട് ആണ് ഇതിലുള്ളത്? എടാ, pH 7 കുറയണമെങ്കിൽ ആ സോൾട്ടിന് ഏത് ബിഹേവിയർ ആയിരിക്കണം? അസിഡിക് ബിഹേവിയർ ആയിരിക്കണം. ഏതായിരിക്കണം? അസിഡിക് ബിഹേവിയർ. അപ്പൊ ഇവര്
ഫോം ചെയ്തത് ഏതൊക്കെ ആസിഡിൽ നിന്നാണ് ഏതൊക്കെ ബേസിൽ നിന്നാണെന്ന് നോക്കിയാൽ പോരെ. നമ്മൾ ഒന്നാമതായിട്ട് NaCl എടുത്തു. NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് അവിടെ ഉപയോഗിക്കുക. HCl എന്ന് പറയുന്ന ആസിഡും NaOH എന്ന് പറയുന്ന ബേസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് Na2CO3. Na2CO3 എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ആരോ മാർക്ക് ഇങ്ങോട്ടേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്, സോൾട്ട് അല്ലേ ഫോം ചെയ്യുന്നത്. യെസ്, Na2CO3 എന്ന് പറയുമ്പോൾ H2CO3 എന്ന് പറയുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡും അതേപോലെ തന്നെ NaOH എന്ന് പറയുന്ന ഒരു ബേസുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സോൾട്ടിന്റെ ബിഹേവിയർ ഏതായിരിക്കും? ഫസ്റ്റ് വണ്ണിന്റെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ പറഞ്ഞു പോകാം. HClഉം NaOHും. അപ്പൊ ഈ സോൾട്ട് ന്യൂട്രൽ ആയിരിക്കും. രണ്ടാമത്തത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. അപ്പൊ അടുത്ത ആള് ബേസിക് സ്വഭാവമായിരിക്കും. ഓക്കെ, അടുത്തത് CH3COONA ആണ്. CH3COONA എന്ന് പറഞ്ഞാൽ CH3COOHും അതേപോലെ തന്നെ NaOH ആണ്. അപ്പൊ NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, CH3COOH ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പൊ ഈ സോൾട്ടിനും ബേസിക് ബിഹേവിയർ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് NH4Cl ആണ്. NH4Cl എന്ന് പറഞ്ഞാൽ HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും അതേപോലെ തന്നെ NH3 എന്ന് പറയുന്ന വീക്ക് ബേസും കൂടിയാണ് കൂടിച്ചേരുന്നത്. ഇതിൽ ആരാ സ്ട്രോങ്? HCl അല്ലേ. അപ്പോൾ ഫോം ചെയ്യുന്ന സോൾട്ടിന് ആർട്ട് സ്വഭാവം ഉണ്ടാകും, സ്ട്രോങ് ആയിട്ടുള്ള ആളുടെ ദാറ്റ് ഇസ് അസിഡിക് ബിഹേവിയർ ഉണ്ടാകും. സോ ആൻസർ ഏതാണ്? NH4Cl ആണ്. ഓക്കെ, NH4Cl ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിഫിക്സ് ഫോർ 10⁻⁻15. 10⁻⁻15 ആണെങ്കിൽ ഏതാണ് പ്രിഫിക്സ് കൊടുക്കുക? നമുക്ക് നോക്കാം. പീറ്റ ആണോ വരിക? പീറ്റ എന്ന് പറയുന്ന സമയത്ത് 10⁻15 ആണ്. ഓക്കെ, നാനോ ആണോ വരിക? നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ്. അടുത്തത് പൈക്കോ ആണോ? പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. അടുത്തത് ഫെംറ്റോ എന്ന് പറഞ്ഞാൽ 10⁻⁻15 ആണ്. സോ ആൻസർ ഏതാണ്? ഫെംറ്റോ ആണ് 10⁻⁻15 വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വുഡ് ബി ദി IUPAC name for the element with atomic number 120. ഓൾറെഡി നമ്മൾ ഒരു മോഡൽ കണ്ടു. 120 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും IUPAC നെയിം? 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺ എന്നാണ്. ആദ്യത്തെ എഴുതുന്ന സമയത്ത് U ക്യാപിറ്റൽ ആയിരിക്കും, ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അടുത്തത് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം ബൈ എന്ന് കൊടുക്കുന്നു. അടുത്ത 0 ആണ്. 0ന് നിൽ എന്നാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് IUM കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? യെസ്, നമുക്ക് IUPAC നെയിം കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് UBN എന്ന് എഴുതാൻ പറ്റും. അടുത്തത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ ഇസ് X ഫോർ ദി ഫോർവേഡ് റിയാക്ഷൻ. ഒരു ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറയുന്നത് X ആണ്. ഓക്കെ, the equilibrium constant for the reverse reaction at the same temperature would be. നേരെ റിവേഴ്സ് റിയാക്ഷൻ ആവുന്ന സമയത്ത് നമുക്കറിയാം അത് എന്തായിട്ട് മാറും? റെസിപ്രോക്കൽ ആയിട്ട് മാറും. സോ 1/x ആയിട്ട് മാറും. സോ നമ്മുടെ Kc 1/x ആയിട്ട് മാറും. സോ ആൻസർ 1/x. ഓക്കെ, അടുത്തത്, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഗിവൺ ബിലോ. ഓക്കെ, ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇയാളുടെ IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോണ്ട് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ഏതൊക്കെ കാർബണിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട് ടോട്ടലി? 1 2 3 4 5 6 കാർബൺ ആണുള്ളത്. ഹെക്സൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് 2 കീറ്റോൺ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ട്. എവിടെയൊക്കെയാ? നമുക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5 6. അപ്പൊ രണ്ടാമത്തതിലും അഞ്ചാമത്തതിലാണ് C ഡബിൾ ബോണ്ട് O ഉള്ളത്. അപ്പൊ നമുക്ക് പേര് എഴുതാം. അപ്പൊ ആദ്യം ആരെ എഴുതണം? ഹെക്സൈൻ എഴുതണം. ഹെക്സൈൻ കഴിഞ്ഞിട്ട് ഏതൊക്കെ നമ്പർ ആണ്? 2ലും 5ലും ആര് പ്രസന്റ് ആണ്? ONe പ്രസന്റ് ആണ്. ഒരു ONe ആണോ? അല്ല, ഡൈ ONe എന്നാകും. Okay, alkane which cannot be prepared by Kolb's electrolytic method. Kolb's electrolytic method നമുക്കറിയാം, നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കേനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം അസറ്റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽക്കേനുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഏത് ആൽക്കെയിനാണ് നമുക്കിവിടെ ഈ ഒരു ഇലക്ട്രോലിറ്റിക് മെത്തേഡ് വഴി ഉണ്ടാക്കാൻ പറ്റാത്തത്? അത് മറ്റാരുമല്ല, CH4 ആണ്, മീഥെയിൻ ആണ്. ഓക്കെ, യെസ്. അടുത്തത്, ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻ ഇൻ ദ റിയാക്ഷൻ 2A + 4B gives 3C + 4D. അപ്പൊ തന്നിരിക്കുന്ന റിയാക്ഷൻ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. 2A + 4B gives 3C + 4D. ഓക്കെ, അപ്പൊ 2 മോള് A റിയാക്ട് ചെയ്ത് 2 മോള് Aയും 4 മോള് Bയുമാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മോള് Aയും 4 മോള്
ബിയുമാണല്ലോ. ഇതിനെ ഞാൻ ഒന്നുകൂടെ കട്ട് ഷോർട്ട് ചെയ്യട്ടെ. അപ്പൊ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മോൾ എക്ക് എത്ര മോൾ ബി ആവശ്യമാണ്? 2 മോൾ ബി ആവശ്യമാണ് അല്ലേ? നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 മോൾ എ ആണ്. 5 മോൾ റിയാക്ട് ചെയ്യാൻ 6 മോൾ ബി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് 1 മോൾ എ ആണെങ്കിൽ അതിന്റെ ഡബിൾ ബി ഇവിടെ ആവശ്യമാണ്. 1 മോൾ എ ആണെങ്കിൽ ഡബിൾ ബി ആണ്. അപ്പൊ ഇവിടെ ഞാൻ 5 മോൾ എ ആണ് ക്വസ്റ്റ്യനിൽ തന്ന അനുസരിച്ച് 5 മോൾ എ ആണ് എടുക്കുന്നെങ്കിൽ അതിന്റെ ഡബിൾ, ദാറ്റ് ഇസ് 10 മോൾ ബി എനിക്ക് ഇവിടെ ആവശ്യമാണ്. പക്ഷെ 10 മോൾ ബി ഇവിടെ ഉണ്ടോ? ഇല്ല. നമുക്ക് എത്രയാ തന്നിരിക്കുന്നത്? 6 മോൾ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാ കുറവുള്ളത്? ബി അല്ലേ കുറവുള്ളത്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ആരായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റ് ബി ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഈ റേഷ്യോ ഒന്ന് നോക്കുക. 1:2 ഇവര് റിയാക്ട് ചെയ്യുന്നത്. എയും ബിയും 1:2. അപ്പോൾ എത്ര എ എടുക്കുന്നോ അതിന്റെ ഡബിൾ ബി ആവശ്യമാണ്. ഇവിടെ 5 മോൾ എ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ എമൗണ്ട് ഓഫ് ബി വേണം. പക്ഷേ 10 മോൾ ഓഫ് ബി വേണം. നമുക്ക് ക്വസ്റ്റ്യനിൽ 6 തന്നിരിക്കുന്നുള്ളൂ. 6 മാത്രമാണ് തന്നതെങ്കിൽ യെസ്, അയാൾ ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ആൻഡ് എ എന്താണ്? എക്സസ് ആയിട്ടുള്ള റിയേജന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following element will gain electron more readily? ഇലക്ട്രോണിനെ പെട്ടെന്ന് ഗെയിൻ ചെയ്യുന്ന ആരാണ്? ഓരോ ആൾക്കാരെയും നമ്മൾ നോക്കുന്ന സമയത്ത് സൾഫർ ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പൊ സൾഫറിന്റെ ആറ്റോമിക് നമ്പർ 16 നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾക്ക് ഏറ്റവും പെട്ടെന്ന് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അടുത്തത് സോഡിയം ആവുന്ന സമയത്ത് ആറ്റോമിക് നമ്പർ 11 ആണ്, 281 ആണ്, ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്സിജൻ ആവുന്ന സമയത്ത് 26 ആണ്, ഇലക്ട്രോണിനെ ഗെയിൻ ആണ് ചെയ്യുക. അടുത്ത ക്ലോറിൻ ആവുന്ന സമയത്ത് 287 ആണ്, ഇലക്ട്രോണിനെ പെട്ടെന്ന് ഗെയിൻ ചെയ്യും. ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഹൈലി സ്റ്റേബിൾ ആകും. സോ ആരാണ് ഇലക്ട്രോണിനെ പെട്ടെന്ന് ഗെയിൻ ചെയ്യുക? ക്ലോറിൻ ആണ്. അടുത്തത് കോൺജുഗേറ്റ് ബേസ് ഓഫ് H2O ആണ് ചോദിച്ചിരിക്കുന്നത്. H2ന്റെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ OH- ആകും. സോ കോൺജുഗേറ്റ് ബേസ് ഏതാണ്? OH- ആണ്. അടുത്തത് ഹൗ മെനി സിഗ്മ ബോണ്ട് ആണ് ചോദിച്ചത്. സിഗ്മ ബോണ്ട്സ് ആർ പ്രസന്റ് ഇൻ ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര സിംഗിൾ ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബോണ്ടുകളെ റെപ്രസെന്റ് ചെയ്ത് ഒന്ന് വരച്ചു നോക്കുക. തന്നിരിക്കുന്ന കെമിക്കൽ ഫോമുല തന്നെയാണ് വരയ്ക്കുന്നത് എന്നുകൂടെ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ എത്ര സിംഗിൾ ബോണ്ട് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. സോ എത്ര സിഗ്മ ബോണ്ടുകൾ ഉണ്ട്? 10 സിഗ്മ ബോണ്ട് ആണ് പ്രസന്റ് ആയിട്ട് ഉള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. യെസ്. അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ഇസ്. 1 ലിറ്ററിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊളാരിറ്റി ആണോ, നോർമാലിറ്റി ആണോ, മോൾ ഫ്രാക്ഷൻ ആണോ? ഏതാണ്? മൊളാരിറ്റി ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ ഇതേപോലെ നേരെ തിരിച്ച് നാളെ മൊളാലിറ്റി ചോദിക്കാം, നോർമാലിറ്റി ചോദിക്കാം, തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പൊ എല്ലാവരെയും പറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ എലമെന്റ് വിത്ത് ഔട്ടർ കോൺഫിഗറേഷൻ 3s2 3p3 ബിലോങ് ടു വിച്ച് ബ്ലോക്ക്? 3s2 3p3 ആണ്. ഏത് ബ്ലോക്ക് ആണെന്ന് അറിയണമെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻറ്റർ ചെയ്യുന്നത് നോക്കിയാൽ മതി. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻറ്റർ ചെയ്യുന്നത്? പി ബ്ലോക്കിലാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏത് ബ്ലോക്കിലാണ്? പി സബ്ഷനിലാണ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത്. സോ പി ബ്ലോക്ക് എലമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following is a group showing +R effect? ഇവിടെ +R എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർ, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? നമുക്ക് നോക്കാം. ജസ്റ്റ് മിസ് ഇവിടെ എഴുതി തരാം. +R എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. OHകൾ +R എഫക്റ്റ് കാണിക്കും. NH2 എന്ത് കാണിക്കും? +R എഫക്റ്റ് കാണിക്കും. അതേപോലെ തന്നെ OR ഗ്രൂപ്പുകൾ എന്ത് കാണിക്കും? +R എഫക്റ്റുകൾ കാണിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരൊക്കെ തന്നിട്ടുണ്ട്? ഈ ബോണ്ടിനെ കാണുമ്പോൾ മിസ് എപ്പോഴും മൈനസ് വായിച്ചോളൂ. ഓക്കെ, CN ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. CN എന്ന് പറഞ്ഞാൽ ഏത് എഫക്റ്റാണ് കാണിക്കുക? +R ആണോ -R ആണോ? -R എഫക്റ്റ് ആണ്. ദാറ്റ് ഇസ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് എഫക്റ്റ് ആണ് കാണിക്കുന്നത്. അടുത്ത OH തന്നിട്ടുണ്ട്. OH ആരാണ്? +R ആണ്. സോ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള ആൾക്കാരെ നോക്കാം. അടുത്തത് NO2 COOH തന്നിട്ടുണ്ട്. രണ്ട് ഗ്രൂപ്പുകളും എന്താണ്? -R ഇലക്ട്രോൺ വിത്ഡ്രോയിങ് എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, കൂടാതെ ആൽഡിഹൈഡ് ഒക്കെ -R എഫക്റ്റ് ആണ് കാണിക്കുന്നത്. അടുത്തത്, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ഇൻ 220 gram ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ്. നമുക്കറിയാം എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് എത്രയാണോ തന്നിരിക്കുന്ന മാസ് എന്ന് നോക്കുക. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് കൊടുക്കുക.
ഓക്കെ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ്. ഇവിടെ എത്ര ഗിവൺ മാസ്? 220 ആണ്. മോളാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണിലെ 12 ആണ്. ആൻഡ് ഓക്സിജൻ, ഒരു ഓക്സിജൻ 16 ആണ്, 2 ഓക്സിജൻ 32 ആണ്. സോ ടോട്ടൽ 44 ഗ്രാം കിട്ടും. സോ 44 220 ഡിവൈഡ് ബൈ 44 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് 5 മോൾസ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് O2 മൈനസ്. അതായത് ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇത് നിങ്ങൾ ചെയ്യണം, എന്നിട്ട് കമന്റ് ചെയ്യണം. O2 മൈനസ് ആണ് തന്നിരിക്കുന്നത്. എടാ O2 മൈനസ് ഓക്സിജനിൽ ഓൾറെഡി എത്ര ഇലക്ട്രോൺസാ? 8 ഇലക്ട്രോൺസാ. 2 മൈനസ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കൂടെ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ആകും. ഇനി ഇവിടെ ഓരോ ആൾക്കാരുടെയും ഇലക്ട്രോണുകൾ നിങ്ങൾ നോക്കുക. ഓക്കെ, സോഡിയം ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? കാൽസ്യം 20 ആണ്. 2+ എന്ന് പറയുമ്പോൾ 2 എണ്ണം കുറയും. F മൈനസ് ഓൾറെഡി 9 ആണ്. അപ്പോൾ മൈനസ് വന്നു കഴിഞ്ഞാൽ 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു എന്നാണ് മീൻ ചെയ്യുന്നത്. Mg മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ എത്രയാണ്? അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഈ തന്നിരിക്കുന്ന ആൾക്കാരിൽ O2 മൈനസുമായിട്ട് ഐസോ ഇലക്ട്രോണിക് ആരാണ്, അഥവാ O2 മൈനസിൽ 10 ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്തത്, എമോങ് ദ പോസിബിൾ കൺഫർമേഷൻസ് ഓഫ് ഈതെയ്ൻ ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോമേഴ്സ്. നമുക്കറിയാം എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും പലതരം കൺഫർമേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈതെയ്ൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈതെയ്ൻ തന്നു കഴിഞ്ഞാൽ ആരാണ് കൂടുതലായിട്ട് സ്റ്റേബിൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, CH3 ആണ്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ വരയ്ക്കുന്ന സമയത്ത് H ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആകണമെങ്കിൽ ഇവർ തമ്മിലുള്ള റിപ്പൽഷൻ ഏറ്റവും കുറവ് എവിടെ, എങ്ങനെ അറേഞ്ച് ചെയ്താലാണോ എന്ന് നോക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്താലല്ലേ റിപ്പൽഷൻ ഏറ്റവും കൂടുതൽ കുറയുക. ബോണ്ടുകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ കുറയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് സ്റ്റാഗേർഡ് അറേഞ്ച്മെന്റ്, സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണെങ്കിൽ മക്കളെ ഇവിടെ എന്തായിരിക്കും? ഇയാള് നമ്മുടെ ഈതെയ്ൻ സ്റ്റേബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഏത് കൺഫർമേഷനിലായിരിക്കും ടോർഷണൽ സ്ട്രെയിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഈതെയ്നിന്റെ ഏത് കൺഫർമേഷനിലാണ് ടോർഷണൽ സ്ട്രെയിൻ കൂടുതലായിട്ട് കാണുന്നത്? 2 ക്വസ്റ്റ്യൻ മിസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസോട് കൂടെ കഴിഞ്ഞില്ല, ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കും 2 മാർക്കും ഹയർ മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.